ഒന്ന് കൊരിന്ത്യർ ലേഖനം 11 അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പുരുഷൻ സ്ത്രീയിൽ നിന്നല്ലല്ലോ, സ്ത്രീ പുരുഷനിൽ നിന്നത്രേ ഉണ്ടായത്. പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കണം. സ്ത്രീ പുരുഷനിൽ നിന്നും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടതിനാൽ അവൾ ദൈവം വെച്ച ക്രമത്തിന് കീഴിലാണ്. ആരാധനയിൽ സ്ത്രീ തലയിൽ മൂടുപടം അഥവാ അധികാര ചിഹ്നം ധരിക്കുന്നത് ദൈവത്തിന്റെ ആത്മീയ അധികാരത്തിന് കീഴിലാണ് താൻ എന്നതിന്റെ തെളിവാണ്. സഭയിലെ ആരാധനയെ വീക്ഷിക്കുന്ന സ്വർഗീയ ദൂതന്മാരെ മാനിച്ച് ഈ ക്രമം കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് എന്നതാണ് ഈ വചനത്തിന്റെ കാതലായ അർത്ഥം. വിശുദ്ധ പൗലോസ് ഇവിടെ ഉദ്ധരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടി ചരിത്രമാണ്. ആദാം ആദ്യം സൃഷ്ടിക്കപ്പെട്ടു. അവന് തുണയായി അവന്റെ വാരിയെല്ലിൽ നിന്നാണ് ദൈവം ഹവ്വായെ അഥവാ സ്ത്രീയെ ഉണ്ടാക്കിയത്. സെറാഫുകൾ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ 2 ചിറകുകൊണ്ട് മുഖവും 2 ചിറകുകൊണ്ട് കാലുകളും മൂടി ഭക്തിയോടെ നിൽക്കുന്നു. ദൈവ സാന്നിധ്യത്തിൽ സൃഷ്ടികൾ തങ്ങളെ തന്നെ മറയ്ക്കുകയും ക്രമം പാലിക്കുകയും ചെയ്യുന്നതിന്റെ പഴയ നിയമ ദൃഷ്ടാന്തം യെശയ്യാ പ്രവചനം 6 അധ്യായം 2 വാക്യത്തിൽ നമുക്ക് കാണാവുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലെ വിശ്വാസികളുടെ കാര്യങ്ങൾ സ്വർഗീയ ദൂതന്മാർ സദാ വീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് മത്തായി സുവിശേഷം 18 അധ്യായം 10 വാക്യത്തിൽ വ്യക്തമാക്കി. മത്തായി സുവിശേഷം 19 അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ ആദിയിലെ സൃഷ്ടിപരമായ ക്രമം ദൈവിക നിയമമാണ് എന്ന് വിവാഹത്തെക്കുറിച്ചുള്ള ഉപദേശത്തിൽ യേശു ഊന്നി പറഞ്ഞു. വിശുദ്ധ പൗലോസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ വാക്യം ഇവിടെ ഇപ്രകാരം വിശദീകരിക്കുവാൻ കാരണം, കൊരിന്ത്യ സഭയിലെ ചില സ്ത്രീകൾ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ തല മൂടാതെ പ്രാർത്ഥിച്ച് സൃഷ്ടിയുടെ ക്രമത്തെ ലംഘിച്ചിരുന്നു. വിശുദ്ധ പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുന്നു, സഭ ആരാധന വെറുമൊരു മാനുഷിക കൂട്ടായ്മയല്ല, അവിടെ സ്വർഗീയ ദൂതന്മാരും സന്നിഹിതരാണ്. ദൈവിക ക്രമത്തെയും അധികാരത്തെയും അനുസരിച്ച് ജീവിക്കുന്ന ദൂതന്മാർക്ക് നിങ്ങളുടെ ഈ അച്ചടക്കമില്ലായ്മ അസ്വസ്ഥതയുണ്ടാക്കും. അതുകൊണ്ട് ദൂതന്മാരെ പ്രതി ആത്മീയ അധികാരത്തിന്റെ അടയാളമായി സ്ത്രീ തല മൂടണം. ഈ വാക്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട സത്യങ്ങളും പ്രായോഗിക കർത്തവ്യങ്ങളും ഇവയൊക്കെയാണ്. 1. ദൈവിക അധികാരത്തിന് കീഴടങ്ങുന്നത് അടിമത്തമല്ല, മറിച്ച് ആത്മീയ സംരക്ഷണത്തിന്റെ വഴിയാണ്. 2. നാം ആരാധനയ്ക്കായി കൂടുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യത്തോടൊപ്പം സ്വർഗീയ ദൂതന്മാരുടെ വീക്ഷണവുമുണ്ട് എന്ന ഭയഭക്തി നമുക്ക് ഉണ്ടാകണം. 3. ലൗകിക ചിന്താഗതികൾ ദൈവിക ക്രമങ്ങളെ തകിടം മറിക്കാൻ ശ്രമിക്കുമ്പോഴും വേദപുസ്തകപരമായ മൂല്യങ്ങളിൽ നാം ഉറച്ചു നിൽക്കണം. ചുരുക്കത്തിൽ ആരാധനയിലെ ക്രമവും അനുസരണവും സ്വർഗീയ ദൂതന്മാരുടെ മുൻപിലുള്ള ആത്മീയ സാക്ഷ്യമാണ്. ദൈവിക അധികാരത്തിന് കീഴടങ്ങി നിൽക്കുന്നത് സഭയ്ക്ക് അനുഗ്രഹവും സംരക്ഷണവുമാണ്. ഇന്ന് ഈ വചനത്തിൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.